ലഹരിക്കെതിരായ ദേശീയ തലത്തിൽ യുവജന മുന്നേറ്റ പദ്ധതി നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് സങ്കൽപ് അഭിയാൻ പദ്ധതിക്ക് തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗത്തിനെതിരെ 100 ആഴ്ച നീളുന്ന രാജ്യവ്യാപക ജനപങ്കാളിത്ത പരിപാടിയാണ് ആസൂത്രണം ചെയ്തത്. രാജ്യത്തെ 10,000-ലധികം കേന്ദ്രങ്ങളിൽ നിന്നുള്ള യുവാക്കൾ ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുത്തു. ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടത്തിനാണ് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. സമൂഹത്തിന്റെ നാനാതുറയിൽപ്പെട്ട സംഘടനകളുടെയും ആളുകളുടെയും ഒക്കെ പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നത്. ഫരീദാബാദിലായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഒപ്പം തന്നെ മാതാ അമൃതാനന്ദമയി മഠവും ഇതിൽ പങ്കാളികളായി. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ലഹരിക്കെതിരെ വലിയൊരു പോരാട്ടം, അതിനാണിപ്പോൾ രാജ്യം തുടക്കം കുറിച്ചിരിക്കുന്നത്. ഒപ്പം സമൂഹത്തിന്റെ എല്ലാ വിധത്തിലുള്ള ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, പ്രത്യേകിച്ച് യുവാക്കളെ ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് തന്നെയാണ് രാജ്യം ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി എന്തൊക്കെയാണ് പ്രധാനമായും പറഞ്ഞത്? തീർച്ചയായും ദേശീയ തലത്തിലൊരു പ്രധാനപ്പെട്ട പദ്ധതിക്കാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിൽ അമൃത ആശുപത്രിയിൽ നടന്നിട്ടുള്ള പരിപാടിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് 2047 ഭാരതം വികസിത രാജ്യമായി മാറുമ്പോൾ അതിന് നേതൃത്വം നൽകേണ്ടത് രാജ്യത്തെ യുവാക്കളാണ്. ആ യുവാക്കൾക്ക് ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള യുവത്വത്തിന് മാത്രമേ അത്തരത്തിൽ രാജ്യത്തെ ശക്തിയോടുകൂടി മുൻപോട്ട് നയിക്കാൻ സാധിക്കൂ. ഈ പദ്ധതിയെ തന്നെ മുൻപോട്ട് നയിക്കേണ്ടത്, അതായത് ഈ ലഹരി മുക്ത പദ്ധതിയെ തന്നെ മുൻപോട്ട് നയിക്കേണ്ടത് രാജ്യത്തെ യുവത്വമാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം വിവിധ മേഖലയിൽ നിന്നുള്ള യുവാക്കൾ ഉൾപ്പെടെ വിവിധ മേഖലയിൽ നിന്നുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ലഹരി കേവലം ശരീരത്തെ മാത്രമല്ല, അത് മനസ്സിനെയും ഒരു യുവാവിന്റെ സ്വപ്നത്തെയും ഒപ്പം കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സ്വപ്നത്തെ തന്നെ തകർത്ത് കളയും എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇനി വരുന്ന 100 ആഴ്ചകളിൽ ഓരോ ഞായറാഴ്ചകളിലും പ്രത്യേക പരിപാടികൾ സജ്ജീകരിച്ചുകൊണ്ട് യുവത്വത്തെ ഈ ലഹരിയിൽ നിന്ന് തന്നെ മുക്തമാക്കാനുള്ള പദ്ധതിയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്നിപ്പോൾ ആസൂത്രണം ചെയ്ത് അത് നടപ്പാക്കിയിട്ടുള്ളത്. ഈ ഒരു ആദ്യത്തെ ഞായറാഴ്ചയിൽ നടന്നിട്ടുള്ള പരിപാടിയിൽ തന്നെ 1 കോടിയിലധികം യുവാക്കൾ ഓൺലൈനായി ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനമാണ്, ദേശീയ തലത്തിലുള്ള ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. മായ, ശരി, അത് തന്നെയാണ് 2047 നമ്മൾ വികസിത ഭാരതത്തിനൊപ്പം ലഹരി മുക്ത ഭാരതം കൂടി കെട്ടിപ്പടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് യുവാക്കളുടെ കൂടി ഒരു പങ്കാളിത്തത്തോടുകൂടി ഈ ഒരു പദ്ധതി ഇപ്പോൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജിഷ്ണു ആണ് വിവരങ്ങൾ നൽകിയത്.